എടാ നമ്മളിപ്പോ ഓണായിട്ടേ ഒരുപാട് ഓഫറുള്ള ഷോറൂം പരിചയപ്പെടുത്തി കൊടുത്തു. അതിലിപ്പോ നമ്മള് എറണാകുളം ഉണ്ട്, അതുപോലെ തന്നെ തൃശ്ശൂരുണ്ട്. നമുക്കിത് പാലക്കാട് പോയാലോ? പാലക്കാടാണ് കാണിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ പാലക്കാട് ഇപ്പോ എ മോട്ടോഴ്സ് ഒരു പുതിയ ഷോറൂം തുടങ്ങിയിട്ടുണ്ട്. എ മോട്ടോഴ്സിന് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ ഒരുപാട് ഷോറൂമും കാര്യങ്ങളുണ്ട്. അവരിപ്പോ പാലക്കാട് ജില്ലയിൽ ഒരു ഷോറൂം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ ഷോറൂം ഒന്ന് കാണിച്ചു കൊടുക്കാം. ആയിക്കോട്ടെ. അതിന്റെ ലൊക്കേഷൻ പറഞ്ഞത് ആദ്യം. ആ ഷോറൂമിന്റെ ലൊക്കേഷൻ പാലക്കാട് ടൗൺ തന്നെയാണ്. കാണിക്കമാത ജംഗ്ഷൻ എന്നാണ് കറക്റ്റ് ലൊക്കേഷൻ. എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് അവിടെയാണ്. നമ്മുടെ കാണിക്കമാത സ്കൂൾ ഉണ്ട്, അതുപോലെ തന്നെ ഭാരത് പെട്രോളിയം ഉണ്ട്. അതിന്റെ തൊട്ടടുത്ത് ചേർന്നിട്ട് നമുക്ക് ആ ഒരു കാണിക്കമാത ജംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷോറൂം കാണാൻ പറ്റും. ഈ പുതിയ ഷോറൂമിൽ പോയിട്ട് നമ്മൾ യൂസ് കാർ എടുക്കുമ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ കിട്ടും. അതുപോലെ തന്നെ ആ കച്ചവടവും കാര്യങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ ഈ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടി ഒരുപാട് ഡിസ്കൗണ്ടും ഓഫറുകളൊക്കെ കൊടുക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ഓണാ വരുന്നത്, അതുകൊണ്ട് തന്നെ ഗംഭീര ഓഫറുകൾ അതുപോലെ തന്നെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോണത്. അവിടെ പോയിട്ട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഒരു വീഡിയോ ആണ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞ പാലക്കാടുള്ള എ മോട്ടോഴ്സ് പ്രീ ഓണർ യൂസർ ഷോറൂമിലേക്ക് എത്തിയിട്ടോ. ഈ ഒരു ഷോറൂമിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു മാസത്തെ പുതിയ സ്റ്റോക്ക്, അതായത് നമ്മൾ ഓഗസ്റ്റ് മാസമാണ് ഇപ്പൊ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഓണം ഓഫർ ആയിട്ട് ഇപ്പൊ വാഹനങ്ങൾ എടുക്കുമ്പോൾ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിലവിലുള്ള വാഹനങ്ങൾ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളാണ്. 6 മാസം മുതൽ 5 വർഷം വരെ വാറന്റിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ സാധാരണക്കാർ തരുന്ന വാഹനങ്ങൾ ഏതാ? മാരുതിയുടെ വാഗനർ, അതുപോലെ തന്നെ ആൾട്ടോ 800, സ്വിഫ്റ്റ്, സെലേറിയ എന്നിങ്ങനെയുള്ള വാഹനങ്ങളാണ്. ഇതിന് പുറമെ മാരുതിയുടെ വാഹനങ്ങൾ മാത്രമല്ല അതർ ബ്രാൻഡ് വണ്ടികളുണ്ട്. ടാറ്റയുടെ വാഹനം ഉണ്ട്, അതുപോലെ തന്നെ ഹ്യുണ്ടയുടെ വാഹനം കിടപ്പുണ്ട്. അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. അതായത് ഏത് കസ്റ്റമറിനും നമുക്ക് ഈ ഒരു ഷോറൂമിനെ സമീപിക്കാവുന്നതാണ്. ഇത് പുതിയ ഷോറൂമാണ്. പാലക്കാട് ജില്ലയിൽ എ മോട്ടോഴ്സ് അവതരിപ്പിക്കുന്ന പുതിയ ഷോറൂമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ വന്നിട്ട് ആ കടയിലോ അല്ലെങ്കിൽ ആ ഒരു ഇതിന് മുന്നേ എത്തുന്ന ജംഗ്ഷനിലോ ഒന്നും പോയി കഴിഞ്ഞാൽ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ അറിയില്ല ഈ ഷോറൂം എവിടെയെന്നുള്ളത്. പുതിയ ഷോറൂം ആയതുകൊണ്ട് തന്നെ ആളുകൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഒരുപാട് ഓഫറുകളും അതുപോലെ തന്നെ നല്ല നല്ല വാഹനങ്ങളാണ് വിൽക്കുന്നത്. ലൊക്കേഷൻ ഞാൻ വീണ്ടും പറയുകയാണ്, കാണിക്കമാത ജംഗ്ഷൻ. ആ ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോറൂം കാണാൻ പറ്റും. കാരണം കാണിക്കമാത സ്കൂൾ ഉണ്ട്, തൊട്ടടുത്ത് ഭാരത് പെട്രോളിയം ഉണ്ട്. ആ പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്താണ് ഈ ഷോറൂം ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾക്ക് ഷോറൂം കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഈ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. നമ്പറുമായിട്ട് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് മാത്രം മതി. അപ്പൊ അവർ ഇറങ്ങി വന്നിട്ട് നിങ്ങളെ ഇവിടേക്ക് ഈ ഷോറൂമിലേക്ക് കൊണ്ടുവരും. അപ്പൊ നല്ല നല്ല വാഹനങ്ങൾ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും സമീപിക്കാൻ പറ്റുന്ന നല്ലൊരു ഷോറൂമാണ്. എന്നാൽ പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് സമയം വലിച്ച് ഇടുന്നില്ല, നമുക്ക് വാഹനങ്ങൾ പെട്ടെന്ന് പരിചയപ്പെട്ടു വരാം. ഇത് നമ്മുടെ മാരുതി സ്വിഫ്റ്റ് എന്ന വാഹനമാണ്. ഹാച്ച് ബാക്ക് ആണ് വരുന്നത്. VXA എന്ന വേരിയന്റിലാണ് ഈ വാഹനം വരുന്നത്. സിംഗിൾ ഓണർഷിപ്പാണ്. നിലവിൽ വെറും 12,000 കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം സഞ്ചരിച്ചിരിക്കുന്നത്. 2023 മോഡലാണ് ഈ വാഹനം വരുന്നത്. ഏകദേശം 2028 വരെ കമ്പനി വാറന്റിയും അതും കൂടാതെ എ മോട്ടോഴ്സ് നൽകുന്ന 1 ഇയർ വാറന്റിയോടെയാണ് ഈ വാഹനം വരുന്നത്. അതിൽ 3 ഫ്രീ സർവീസ് കൂടി വരുന്നുണ്ട്. ഇതിന്റെ ഉൾഭാഗം ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിലും പുതിയ സീറ്റ് കവർ, കമ്പനിയുടെ കൂടി സീറ്റ് കവറാണ് വരുന്നത്. അതേപോലെ തന്നെ ഈ വണ്ടിയിൽ 4 ഡോർ പവർ വിൻഡോ, ഡുവൽ എയർ ബാഗ്, പവർ സ്റ്റിയറിംഗ്, അതേപോലെ തന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റ് എന്നീ ഓപ്ഷൻസ് ആണ് ഈ വണ്ടിക്ക് വരുന്നത്. ഇതിന് ടയർ ഭാഗം നോക്കുകയാണെങ്കിലും 4 ടയറും പുതിയ ടയറാണ്. ഇതിന് നമുക്ക് ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 7,65,000 രൂപയാണ്. ഇത് മാരുതിയുടെ ആൾട്ടോ 800 എന്ന വാഹനമാണ്. 2019 മോഡലാണ് ഈ വാഹനം വരുന്നത്. LXL വരുന്ന ഈ വാഹനം സെക്കൻഡ് ഓണർഷിപ്പാണ് നിലവിലുള്ളത്. വെറും 68,000 കിലോമീറ്റർ മാത്രം ഈ ഓടിയ വാഹനം. ലെതർ സീറ്റ് പുതിയ ചെയ്തിട്ടുണ്ട്. അതും കൂടാതെ 2 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, സ്റ്റീരിയോ അഡീഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 3,20,000 രൂപ മാത്രമാണ്. ഇത് മാരുതിയുടെ ആൾട്ടോ 800 എന്ന വാഹനമാണ്. VXA എന്ന വേരിയന്റിലാണ് ഈ വാഹനം വരുന്നത്. 2019 മോഡലാണ്. വെറും 19,000 മാത്രം ഓടിയ ഈ വാഹനം ഫുൾ കമ്പനി സർവീസ് ആണ്. ഇതിൽ ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിലും ഡുവൽ എയർ ബാഗ്, 2 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്. ഈ വാഹനത്തിന് അതുകൂടാതെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും ഉണ്ട്. അതേകൂടാതെ തന്നെ ഭാഗം നോക്കുകയാണെങ്കിൽ 50% ഉണ്ട്. ഈ ഒരു വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില വന്നിട്ട് 3,50,000 രൂപ മാത്രമാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വന്നിരിക്കുന്നത് ഹുണ്ടായുടെ i20 സ്പോർട്സ് വേരിയന്റിൽ വരുന്ന വാഹനമാണ്. വെറും 4,700 കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം സഞ്ചരിച്ചിരിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ഗുഡ് ആൻഡ് നീറ്റ് ക്വാളിറ്റിയാണ് വരുന്നത്. ഇതിൽ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ്, ക്രൂയിസ് കൺട്രോൾ, അതേപോലെ തന്നെ 4 ഡോർ പവർ വിൻഡോ, ഡുവൽ എയർ ബാഗ്, പവർ സ്റ്റിയറിംഗ്, റിവേഴ്സ് ക്യാമറ, 4 പുതിയ ടയറുകളാണ് ഈ വാഹനത്തിന് വരുന്നത്. ഈ വാഹനം കമ്പനി ഹിസ്റ്ററിയോട് കൂടി വരുന്ന വാഹനമാണ്. റീപ്ലേസ്മെന്റ്, മേജർ ആയിട്ടുള്ള ആക്സിഡൻസ് ഒന്നും തന്നെയില്ല. വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില വന്നിട്ട് നമ്മൾ 8,10,000 രൂപയാണ്. ഇത് മാരുതിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ്. ഹാച്ച് ബാക്ക് ആണ് വരുന്നത്. VXA വേരിയന്റാണ് വാഹനം വരുന്നത്. ഏകദേശം 52,000 കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം സഞ്ചരിച്ചിരിക്കുന്നത്. 6 മാസം എഞ്ചിൻ പാർട്സും ഗിയർ ബോക്സും വാറണ്ടി നൽകുന്നുണ്ട്. പെട്രോൾ വേരിയന്റിലാണ് ഈ വാഹനം വരുന്നത്. ഇതിന്റെ ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിലും 4 ഡോർ പവർ വിൻഡോ, ഡുവൽ എയർ ബാഗ്, പവർ സ്റ്റിയറിംഗ്, അഡീഷണൽ അലോയ് വീൽസും അതേപോലെ തന്നെ നമുക്ക് ടച്ച് സ്റ്റീരിയോ, റിവേഴ്സ് ക്യാമറ എല്ലാം അഡീഷണൽ ഫിറ്റ്മെന്റ് ആണ്. ഇതിന് ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 6,20,000 രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ മാരുതിയിൽ വരുന്ന സെഡാൻ ടൈപ്പ് സ്വിഫ്റ്റ് ഡിസയർ എന്ന വാഹനമാണ്. 2021 മോഡലാണ് ഈ വാഹനം വരുന്നത്. സിംഗിൾ ഓണർഷിപ്പാണ് നിലവിലുള്ളത്. ഏകദേശം 27,000 കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിരിക്കുന്നത്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിലും ലെതറിന്റെ സീറ്റാണ് 4 ചെയ്തിട്ടുള്ളത്. ഇതിൽ ഡുവൽ എയർ ബാഗ്, അതേപോലെ തന്നെ
4 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്, പവർ സ്റ്റിയറിംഗ് എന്നീ നിലയിലാണ് വരുന്നത്. ഈ വാഹനത്തിന് 2026 വരെ കമ്പനി വാറണ്ടിയും അതും കൂടാതെ AM മോട്ടോഴ്സ് 3 ഫ്രീ സർവീസോട് കൂടി 1 ഇയർ വാറണ്ടി അഡീഷണൽ കൊടുക്കുന്നുണ്ട്. ഇതിന് ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 6,25,000 രൂപയാണ്. ഇത് നമ്മുടെ ഹോണ്ട അമേസിന്റെ S എന്ന വേരിയന്റിൽ വരുന്ന ഒരു വാഹനമാണ്. ഇതിൽ നോക്കുകയാണെങ്കിൽ 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വെറും 49,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനമാണ്. വിത്ത് 1 ഇയർ വാറന്റിയോട് കൂടിയാണ് നമ്മൾ വിൽക്കുന്നത്. ഇന്ത്യൻ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഗുഡ് ക്വാളിറ്റി ലെതർ സീറ്റ് കവറാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഡുവൽ എയർ ബാഗ്, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ് എന്നീ വാഹനം നമുക്ക് വരുന്നുണ്ട്. ഇതിന് ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 6,25,000 രൂപയാണ്. ഇത് മാരുതിയുടെ വാഗനാർ 1.2 ലിറ്റർ ZXi വേരിയന്റിൽ വരുന്ന വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഈ വാഹനം വെറും 54,000 കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം സഞ്ചരിച്ചിരിക്കുന്നത്. 2020 മോഡലാണ് ഈ വാഹനം വരുന്നത്. ഇതിന്റെ ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിലും റിവേഴ്സ് ക്യാമറ, അതേപോലെ തന്നെ പാർക്കിംഗ് സെൻസർ, ഡുവൽ എയർ ബാഗ്, 4 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്, സെൻട്രൽ ലോക്ക് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ മിറർ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. 4 ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഏകദേശം 90% ടയർ ഭാഗം ഉണ്ട്. ഈ വാഹനത്തിന് ആസ്കിംഗ് പ്രൈസ് 5,60,000 രൂപ മാത്രമാണ്. ഇത് മാരുതിയുടെ 2017 വാഗനാർ VXi വേരിയന്റിൽ വരുന്ന വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വാഹനം വെറും 75,000 കിലോമീറ്റർ മാത്രമാണ് സഞ്ചരിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ 4 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്, പവർ സ്റ്റിയറിംഗ്, ഡുവൽ എയർ ബാഗ് കൂടി വരുന്ന വാഹനമാണ്. ഈ വാഹനത്തിന്റെ ടയർ ഭാഗം നോക്കുകയാണെങ്കിലും ഏകദേശം 90% കണ്ടീഷൻ ടയറാണ് വരുന്നത്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 3,90,000 രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. ഇത് മാരുതിയുടെ 2020 മോഡൽ VXi എന്ന വേരിയന്റിൽ വരുന്ന വാഹനമാണ്. 1.2 ലിറ്റർ എഞ്ചിനാണ് ഈ വാഹനത്തിന് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം 79,000 കിലോമീറ്റർ മാത്രമാണ് സഞ്ചരിച്ചിരിക്കുന്നത്. ഇതിന്റെ ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിലും 4 ഡോർ പവർ വിൻഡോ, ഡുവൽ എയർ ബാഗ്, സെൻട്രൽ ലോക്ക് സിസ്റ്റം, അതേപോലെ തന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റ്, ക്രൂയിസ് കൺട്രോൾ പറഞ്ഞ വാഹനം വരുന്നുണ്ട്. ഇതിന് ആസ്കിംഗ് ചെയ്യുന്ന പ്രൈസ് 5,30,000 രൂപയാണ്. ലോ ബഡ്ജറ്റിൽ വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് പറ്റിയ ഒരു വാഹനമാണ് ഞാൻ പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത്. ഹുണ്ടായുടെ സാൻഡ്രോ സിംഗ് GLS എന്ന വേരിയന്റിൽ വരുന്ന വാഹനമാണ്. 2011 മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം വെറും 91,000 കിലോമീറ്റർ മാത്രമാണ് സഞ്ചരിച്ചിരിക്കുന്നത്. ഇതിന് ഇന്ത്യൻ ഭാഗം നോക്കുമ്പോൾ 2 ഡോർ പവർ വിൻഡോ, അതുപോലെ തന്നെ AC, പവർ സ്റ്റിയറിംഗ്, സ്റ്റീരിയോട് കൂടി വാഹനമാണ് വരുന്നത്. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഇതിന് ആസ്കിംഗ് ചെയ്യുന്ന പ്രൈസ് 1,60,000 രൂപ മാത്രമാണ്. ഇത് ടൊയോട്ട ഗ്ലാൻസ G എന്ന വേരിയന്റിൽ വരുന്ന വാഹനമാണ്. 2020 മോഡലാണ് ഈ വാഹനം വരുന്നത്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പാണ് ഈ വാഹനമുള്ളത്. ഏകദേശം 76,000 കിലോമീറ്ററാണ് ഈ വാഹനം സഞ്ചരിച്ചിരിക്കുന്നത്. ഇതിന്റെ ഇന്റീരിയർ വശം നോക്കുകയാണെങ്കിലും 4 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്, സ്റ്റീരിയോ, ക്രൂയിസ് കൺട്രോൾ, അതേപോലെ തന്നെ ഡുവൽ എയർ ബാഗോടാണ് വാഹനം വരുന്നത്. ബാക്ക് വൈപ്പർ, റിവേഴ്സ് ക്യാമറ, 4 അലോയ് വീൽസ്, അതും കൂടാതെ തന്നെ ഫ്രണ്ടിലത്തെ 2 ടയറും പുതിയ ടയറാണ്. ഈ വാഹനത്തിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 6,60,000 രൂപ മാത്രമാണ്. ഇത് മാരുതിയുടെ മൈക്രോ SUV സെഗ്മെന്റിൽ വരുന്ന എക്സ്പ്രസോ എന്ന വാഹനമാണ്. VXi പ്ലസ് വേരിയന്റാണ് ഈ വാഹനം വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം സഞ്ചരിച്ചിരിക്കുന്നത് 40,000 കിലോമീറ്റർ മാത്രമാണ്. ഇതിന്റെ ഉൾവശം നോക്കുമ്പോൾ ഡുവൽ എയർ ബാഗ്, 2 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്, അതുകൂടാതെ തന്നെ ടച്ച് സ്റ്റീരിയോ വരുന്നുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഈ വണ്ടിയുടെ ടയർ ഭാഗം നോക്കുമ്പോൾ ഏകദേശം 80% ടയർ ഭാഗം ഉണ്ട്. ഇതിന് ആസ്കിംഗ് ചെയ്യുന്ന പ്രൈസ് 4,60,000 രൂപയാണ്. ഇത് മാരുതിയുടെ ബലെനോ 2018 വരുന്ന ഡെൽറ്റ വേരിയന്റിൽ വരുന്ന വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം 46,000 കിലോമീറ്റർ മാത്രമാണ് സഞ്ചരിച്ചിരിക്കുന്നത്. പുതിയ ലെതറോട് കൂടിയ സീറ്റ് കവറാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ 4 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്, മിറർ ഫോൾഡിങ്, സെൻട്രൽ ലോക്ക്, ക്രൂയിസ് കൺട്രോൾ, ഡുവൽ എയർ ബാഗ് കൂടിയാണ് വാഹനം വരുന്നത്. കൂടാതെ 4 അലോയ് വീൽസ് വാഹനത്തിന് വരുന്നുണ്ട്. ഇതിന് ആസ്കിംഗ് ചെയ്യുന്ന പ്രൈസ് 6,10,000 രൂപ മാത്രമാണ്. i20യുടെ ആസ്റ്റ എന്ന വേരിയന്റിൽ വരുന്ന വാഹനമാണിത്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം വെറും 61,000 കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിരിക്കുന്നത്. 2014 മോഡലാണ് ഈ വാഹനം വരുന്നത്. കമ്പനി ഹിസ്റ്ററിയോട് കൂടി വരുന്ന ഈ വാഹനം മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. വീൽ ഭാഗം നോക്കുകയാണെങ്കിൽ അലോയ് വീൽ വരുന്നുണ്ട് അഡീഷണൽ ആയിട്ട്. ഇന്റീരിയർ ഭാഗം നോക്കുമ്പോൾ ലെതർ സീറ്റാണ് വരുന്നത്. അതേപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾ, 4 ഡോർ പവർ വിൻഡോ, ഡുവൽ എയർ ബാഗ്, പവർ സ്റ്റിയറിംഗ്, മിറർ അഡ്ജസ്റ്റ്മെന്റ്. നമ്മളിതിന് ചോദിക്കുന്ന വില 6,60,000 രൂപയാണ്. മാരുതിയുടെ വിറ്റാര ബ്രസ എന്ന വേരിയന്റ് ആണ്. ZXi പ്ലസ് ഫുൾ ഓപ്ഷനാണ് വണ്ടി വരുന്നത്. 2020 മോഡല് 21 രജിസ്ട്രേഷൻ വണ്ടി വരുന്നത്. നിലവിൽ പറയുകയാണെങ്കിൽ ഡുവൽ എയർ ബാഗ്, 4 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്, പവർ സ്റ്റിയറിംഗ് വണ്ടിക്ക് വരുന്നത്. ഇതിലെടുത്ത് പറയാനാണെങ്കിൽ അലോയ് വീൽസും വരുന്നുണ്ട്. കമ്പനി സ്ഥിരമുള്ള വണ്ടിയാണ്. ഏകദേശം നമുക്ക് 61,000 കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിയിരിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ നിലവിൽ വരുന്ന ഈ വാഹനം ചോദിക്കുന്ന വില വന്നിട്ട് 9,50,000 രൂപയാണ്. ഈ ഷോറൂമിനെ കുറിച്ച് കൂടുതൽ അറിയാനും ബുക്ക് ചെയ്യാനും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യും.